കാടില്ലാതായി, ജീവിതമില്ലാതായി, സ്വപ്നങ്ങളില്ലാതായി, അല്ലേ? എല്ലാം ഇല്ലാതായി. സന്ധ്യ മരിച്ചു, സൂര്യൻ മരിച്ചു, മേഘങ്ങൾ മരിച്ചു. ശ്മശാന സമാനമായ അവസ്ഥ. ഇനി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്നത് അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. എവിടന്ത കിനാക്കൾ വിതച്ചോരിടിമിന്നല് പൂക്കും വാനം, എവിടന്ത തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകളെവിടെ, കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. നോക്കുക, എവിടന്റെ കിനാക്കൾ. എവിടെയാണ് കിനാവെന്ന് പറഞ്ഞാൽ? നമ്മൾ വർഷത്തെ ആദ്യത്തെ യൂണിറ്റിന്റെ പേരായിരുന്നു ആദ്യത്തെ വർഷത്തെ പുസ്തകത്തിലെ, അല്ലേ? സ്വപ്നം. എൻ്റെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങൾ വിതയ്ക്കുകയാണ്, അല്ലേ? വിതയ്ക്കുകയാണ്. വിതയ്ക്കുന്ന എവിടെ? പാടത്ത് വിതയ്ക്കുന്നത് പോലെ സ്വപ്നങ്ങൾ ഇങ്ങനെ വിതച്ചിട്ടിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇല്ലെന്ന് പറയാനാണ്, അല്ലേ? ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ സ്വപ്നങ്ങൾ വിതച്ചിട്ടിരുന്ന ഇടിമിന്നല് പൂക്കും വാനം. ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഇടിയും മിന്നലും പൂക്കളായി മാറുന്ന വാനം. എന്താണ്? ആകാശം. ആകാശം ഇല്ലാതായി. അതായത് നേരത്തെ പറഞ്ഞു മഴ മരിച്ചു എന്ന്. ഇടിയും മിന്നലും ഇല്ലാതായി. ഇടിയും മിന്നലും മരിച്ചു. എൻ്റെ സ്വപ്നത്തിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നതാണ് മഴക്കാലം. ആ മഴക്കാലം ഇപ്പോൾ ഉണ്ടോ? ഇല്ലാതായിരിക്കുന്നു. പ്രകൃതി തകർന്നു എന്ന് മാത്രമല്ല, പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും തകർന്നു. അവതരിപ്പിക്കുന്നേ. അടുത്ത വരി നോക്കൂ. എവിടന്റെ തുളസിക്കാടുകൾ. കാടുകളെല്ലാം നശിച്ചു. വിശുദ്ധവനങ്ങൾ. തുളസിക്കാട് എന്ന് പറയുന്നത് വിശുദ്ധമായ, തുളസി വിശുദ്ധിയാണ്. വിശുദ്ധമായ കാടുകളെല്ലാം നശിച്ചിരിക്കുന്നു. അപ്പം ഇടി പോയി, മിന്നല് പോയി, കാട് പോയി. നോക്കൂ, ഈറൻമുടി കോതിയ സന്ധ്യകൾ. ഗംഭീരമായ ഒരു മരണമാണ്. സന്ധ്യാനേരം മരിച്ചു. നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും ഭംഗി ഉള്ള നേരമാണ് എന്ത്? സന്ധ്യാനേരം. ഒരു ചിത്രം പോലെ ഭംഗിയാണ് സന്ധ്യാനേരത്തെ ആകാശമൊക്കെ, അല്ലേ? ഈ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും നശിച്ചു എന്ന് പറയുന്നതിന് ഏറ്റവും ഭംഗിയായുള്ള പറച്ചില സന്ധ്യ മരിച്ചു. വെറും സന്ധ്യയല്ല, ഈറൻമുടി കോതിയ സന്ധ്യകളാണ്. ഈറൻമുടി കോതുന്നത് ആരാണ്? പെൺകുട്ടികളാണ്. ഭംഗിയുള്ള പെൺകുട്ടികൾ ഇറൻമുടി കോതിയൊക്കെ വരുന്ന ആ ഭംഗിയുള്ള സന്ധ്യകള്. ഈ ശാന്ത എന്നുള്ള കവിതയില് കടമ്മനിട്ട പറയുന്നുണ്ട്, ശാന്തയെ കുളി കഴിഞ്ഞീറൻ പകർന്ന് ആ വാർകൂന്തൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട്. ഇങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ആ മുടിയെല്ലാം കോതിയിടുന്ന ആ സന്ധ്യാനേരങ്ങൾ അത് നശിക്കുന്നു, അതില്ലാതാകുന്നു. നോക്കൂ, ഇടി, മിന്നൽ, കാട്, സന്ധ്യ ഇതെല്ലാം മരിക്കുന്നു. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ. എൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ ഒക്കെ വിതച്ചിട്ടിരുന്ന ഞാൻ. പച്ചപ്പൈ, ചെറിയ ഈ വിട്ടിലുകളൊക്കെ, അതിങ്ങനെ ചാടി നടക്കുന്ന പുല്ലുകൾ, നാട്ടുമ്പുറത്തെ പുല്ലുകൾ, മുത്തങ്ങ പുല്ല്. ആ പുല്ലുണ്ടോ ഇപ്പൊ? ഉണ്ടോ? ഇല്ല. എവിടെയെന്ന് ചോദിക്കുമ്പോ ഇല്ല. പുല്ല് നശിച്ചു, പച്ചപ്പയ്യും നശിച്ചു, വിട്ടിലുകളും നശിച്ചു. അടുത്ത വരി നോക്കണം, ശ്രദ്ധിക്കണം. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. ശ്രദ്ധിക്കുക നിങ്ങള്. കറുകപ്പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ 2 പുല്ല് ഇവിടെ വരുന്നുണ്ട്. ഈ കറുകപ്പുല്ലില് ഈ
അമ്പിളി ചന്ദ്രൻ അല്ലേ, അത് എന്ത് നടത്തും? ചന്ദ്രൻ അല്ലെങ്കിൽ നിലാവ് എന്ന് എടുക്കാം. അതെന്ത് ചെയ്യും? കളമെഴുതും. രാത്രിയില് പാടിയ രാവുകൾ, കളമെഴുത്തും പാട്ടും അല്ലെ. കളമെഴുത്തും പാട്ടും നമ്മുടെ ഒരു അനുഷ്ഠാനമാണ്. കളമെഴുതിയിട്ട് പാടുക. ഇവിടെ ആരാണ് ഈ കളമെഴുത്തും പാട്ടും നടത്തുന്ന ആള്? ആർക്ക് പറയാം? അമ്പിളി ചന്ദ്രനാണ്. ചന്ദ്രന് കളമെഴുത്തും പാട്ടും നടത്തുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിലാവ് വരുന്നു രാത്രിയില് അല്ലേ. നിലാവ് കളമെഴുത്തും പാട്ട് നടത്തുന്നു. നിലാവിന്റെ കളമെഴുത്തും പാട്ടാണ് അത്. എവിടെയാണത് കളം എഴുതുന്നത്? കളം വരയ്ക്കുകയാണ്, ചിത്രം വരയ്ക്കുകയാണ്. കാളിയുടെയൊക്കെ ചിത്രം വരയ്ക്കുകയാണ്. എവിടെയാണ് വരയ്ക്കുന്നത്? അതിന്റെ വേദി ഏതാണ്? കറുകപ്പുൽ തുമ്പ്. അത് തന്നെ, കറുകപ്പുൽ തുമ്പ്. കറുകപ്പുൽ തുമ്പത്താണ്. അതാണ് വേദി. നോക്ക, ചെറിയ തുമ്പാണ് കറുകപ്പുല്ലിന്റെ. ഒരുപാട് കറുകപ്പുൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് മേളിൽ നിന്ന് നിലാവ് വീഴുന്നു. നോക്കുക, കുട്ടനാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നെൽവയലില് ഈ രാത്രിയില് നിലാവ് വീഴുന്ന ദൃശ്യം ഏകദേശം അതിനോട് സമാനമാണ്. ഈ നീല നിറം ഇങ്ങനെ ഈ മുഴുവൻ പുല്ലുകളുടെയും മുകളിലേക്ക് ഇങ്ങനെ വീഴുന്നു. കവി പറയുകയാണ്, ആര് ചിത്രം വരയ്ക്കുന്നതാണ്? ആര് കളം വരയ്ക്കുന്നതാണ്? ചിത്രകാരൻ ആരാണ് ഇവിടെ? ചന്ദ്രൻ അല്ലെങ്കിൽ നിലാവ് ചിത്രം വരയ്ക്കാം. അതിപ്പോ ഉണ്ടോ? ഇല്ല. പാരക്കില്ലാതായി, പുൽത്തുമ്പില്ലാതായി, പിന്നെ പറയൂ. ചന്ദ്രൻ ഇല്ലാതായി, പിന്നെ ഇനി രണ്ട് ആളുകൾ കൂടിയുണ്ട്, പറയാം. രാത്രി ഇല്ലാതായി, രാത്രി മരിച്ചു. എല്ലാത്തിന്റെയും ഭംഗികൾ ഇല്ലാതായി എന്നാ. ഇനി ഒരാൾ കൂടെ മരിച്ചിട്ടുണ്ട്. ആർക്ക് പറയാം? കളമെഴുതൽ. കറക്റ്റ്. കളമെഴുതൽ ഇല്ലാതായി. നോക്കൂ, എല്ലാം ഇല്ലാതായി, ജീവിതം ഇല്ലാതായി. ഇതാണ് അവസ്ഥ. നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഭംഗികൾ അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി അവസാനത്തെ രണ്ട് വരി നിങ്ങൾ നോക്കുക. എന്ത് ഭംഗിയുള്ള, എന്ത് ബിംബമാണ് ആർക്ക് പറയാതെ. കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. അത് ഗന്ധബിംബമാണോ? ഏത് ഇന്ദ്രിയവുമായിട്ടാണ് അത് ചേരുന്നത്? നോക്കിയാൽ പോരെ. മൂക്കുമായിട്ടാണോ? അല്ല. നാക്കുമായിട്ടാണോ? അല്ല. പിന്നെ കറക്റ്റ്, കണ്ണുമായിട്ടാണ്. അപ്പൊ എന്ത് ബിംബമാണത്? ദൃശ്യബിംബമാണ്. ദൃശ്യബിംബം. ഗംഭീര പ്രയോഗ കടമറ്റടെ. നോക്കൂ, ഈ നഷ്ടങ്ങൾക്കും അപ്പുറത്ത് അടുത്ത നഷ്ടം അവതരിപ്പിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നൃത്തം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പോവുക. നോക്കിക്കോളൂ, എങ്ങനെയുള്ള നൃത്തമാണ് കാട്ടിലുള്ള നൃത്തം? ഒറ്റയ്ക്കായിരിക്കും? മോഹിനിയാട്ടം കളിക്കുന്ന പോലെ അങ്ങനെ ആയിരിക്കും? അല്ല, ഉറപ്പായി നമുക്കറിയാം. എന്ത് നൃത്തമായിരിക്കും അത്? സംഘനൃത്തമായിരിക്കും. സംഘനൃത്തം. നോക്കൂ, അതിപ്പോണ്ടോ? ഇല്ല, കാടില്ലല്ലോ. കാട് വെണ്ണീറായി കിടക്കല്ലേ. നോക്കൂ, അടുത്ത വരികളിൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു. കാറ്റിന്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവള മുട്ടി. ശ്രദ്ധിക്കുക, ഈ ചിലങ്ക, നൃത്തത്തിന്റെ ചിലങ്ക എന്തുകൊണ്ടാ കെട്ടിയത്? കാറ്റുകൊണ്ടാണ്. കാറ്റുകൊണ്ടാണ് ചിലങ്ക കെട്ടിയിരിക്കുന്നത്. കാട്ടാറിൻ തരിവള മുട്ടി. കാട്ടാറിനെ എടുത്ത് വളയാക്കിയിരിക്കുന്നു. നോക്കൂ, പ്രകൃതിയെ എടുത്ത് ആഭരണമാക്കിയിരിക്കുന്നു. പ്രകൃതി. കാട്ടാറിൻ തരിവള മുട്ടി. അവിടെ കാട്ടാറുണ്ട്, കാറ്റുണ്ട്. ഇതിനെയൊക്കെ ചിലങ്കയാക്കുകയും തരിവളയാക്കുകയൊക്കെ ചെയ്തിരിക്കുക. കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കേ. കാടത്തികൾ, കാട്ടിലെ പെണ്ണുങ്ങൾ ചോലമരത്തിന്റെ ചുവട്ടിൽ എന്ത് കളിക്കുന്നു? ചുവട് വെച്ച് നൃത്തം ചെയ്യവേ. അടുത്ത വരി നോക്കൂ. കരിവീട്ടി കാതൽ പിണഞ്ഞും. എങ്ങനെയാണ് ഇവര് അവരുടെ ശരീരത്തെ അവതരിപ്പിക്കുക? അങ്ങനെയാണ്. കരിവീട്ടി മരം അല്ലേ? കരിവീട്ടി മരം, അതിന്റെ കാതല്, അതിന്റെ ഏറ്റവും ഉറച്ച ഭാഗം അതാണ് ഒരു മരത്തിന്റെ. കരിവീട്ടിയുടെ തടി പോലെ കാതൽ പിണഞ്ഞു. അതുപോലുള്ള ശരീരമാണ്, കറുത്ത ശരീരമാണ് അല്ലെ. നല്ല ദൃഢമായ ശരീരമാണ് ഈ പെണ്ണുങ്ങളുടെ. അത് പിണഞ്ഞും, അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പ് കിടന്ന് പിണയുക എന്ന് പറയും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പുളഞ്ഞും.
ഡാൻസ് അവതരിപ്പിക്കുക, നൃത്തം അവതരിപ്പിക്കുക. കൺപീലിക്കാട് വിടർന്നും, അവരുടെ വിശാലമായ കൺപീലികളാണ്. ആ കൺപീലി കാട് അതിങ്ങനെ വിടർന്നു വരുന്നു നൃത്തം ചെയ്യുമ്പോൾ. കവിളത്തഴകേഴു വളഞ്ഞും, കവിളത്ത് 7 അഴകും വളഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്താന്ന് ആർക്കോ പറയാം? അവരുടെ കവിളത്ത് എന്താണത്? 7 എന്താണ്? അത് തന്നെ മഴവില്ല് അല്ലേ? കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, പാട്ടുണ്ടല്ലോ, പഴയ പാട്ടുണ്ട്. കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇവിടെ കവിളത്ത് ഒരു പെണ്ണിനല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ കവിളത്ത് മഴവില്ല്. ആ ഭംഗി, എല്ലാ നിറങ്ങളും, 7 നിറങ്ങളും. നോക്കൂ, പൂഞ്ചായൽ കെട്ടുകൾ ഊർന്നും. പൂഞ്ചായൽ തനി നാടോടി പ്രയോഗമാണ്. എന്താണത്? പൂക്കളൊക്കെയുള്ള പൂഞ്ചായൽ എന്ന് പറഞ്ഞാൽ മുടിയാണ്. ആ മുടിയാണ്. ആ മുടിക്കെട്ടുകൾ ഊർന്നും, മുടിയൊക്കെ ചിതറി അങ്ങനെയാണ് അവര് ഡാൻസ് ചെയ്യുന്നത്. അല്ലാതെ മോഹിനിയാട്ടം പോലെ ശാന്തമായ നൃത്തം അല്ലാതെ, അതിശാന്തമല്ലത്. പിന്നെന്താണത്? അതെന്താണ്? ഒരു താണ്ഡവം പോലെ ആണ് അവർ ചെയ്യുന്നത്. ഉടലിളകി, അരക്കെട്ടിളകി, മുലയിളകി, കാർമുടി ചിതറി. അവരുടെ ശരീരം മുഴുവൻ ഇളകുകയാണ്, മുടിയിങ്ങനെ ചിതറുകയാണ്. കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കേ. അങ്ങനെ കാടത്തികൾ ഇങ്ങനെ ആ ചോലമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ നൃത്തം ചെയ്യുകേ. മുളനാടി നിറച്ച പഴഞ്ച ഒരു മോന്തിന് ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാൻ ഇന്നെവിടെ. ഞാൻ എന്ത് ചെയ്യാണ്? കാട്ടാളം എന്ത് ചെയ്യാണ്? അവിടെ താളം കൊട്ടി തലയാട്ടുകയാണ്. എന്തിനൊത്ത്? ഈ ആട്ടത്തിനൊത്ത്. എങ്ങനെയുള്ള ആട്ടമാണ്? സംഘം ചേർന്നുള്ള ആട്ടത്തിനൊത്ത്. കയ്യിലെന്തുണ്ട്? എവിടെയിരിക്കുന്നേ? എവിടെ? മുളനാടി നിറച്ച പഴഞ്ചാർ ഒരു മോന്തിനു ലഹരി പിടിച്ച്. കയ്യില് ലഹരിയുണ്ട്. എന്താണ്? പഴത്തിന്റെ ചാറാണ്. ഇതൊക്കെ നമ്മുടെ ഈ കാട്ടിൽ നിന്ന് വരുന്ന പാനീയമാണ്. മുളനാടി കാട്ടിലെ പാത്രമാണ്. മുളനാടിക്കകത്ത് ഈ പഴഞ്ചാറ് ലഹരി പിടിച്ചിട്ട് അതിന്റെ ലഹരിയില് ആ മാഞ്ചോട്ടിൽ ഇരുന്ന് താളം കൊട്ടുകയായിരുന്നു ഞാൻ. ഏത് നൃത്തത്തിനൊത്ത്? ആരുടെ നൃത്തത്തിനൊത്ത്? കാടത്തികളുടെ നൃത്തത്തിനൊത്ത്. കറക്റ്റ്, കാടത്തികളുടെ നൃത്തത്തിനൊത്ത്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു? നിങ്ങൾ പറയൂ. കാടത്തികളുടെ നൃത്തമില്ലാതായി. പിന്നെന്തില്ലാതായി? താളം കൊട്ടിയ കാട്ടാളനും ഇല്ലാതായി. ഇതൊറ്റടിക്ക് ഇങ്ങനെ പറയാം. പിന്നെ നമ്മൾ നോക്കിയ ഒരുപാട് ഇല്ലായ്മകൾ കണ്ടുപിടിക്കാം. ഇതിനകത്ത് തന്നെ നോക്കിയാലേ ഒരുപാട് കരിവീട്ടി ഇല്ലാതായി, കാറ്റില്ലാതായി, കാട്ടാറില്ലാതായി, ആത്യന്തികമായി പ്രകൃതി ഇല്ലാതായി, ജീവിതമില്ലാതായി. ഈ നഷ്ടപ്പെട്ടു പോയ പരിസരങ്ങളെ അവതരിപ്പിക്കുകയാണ്. അത് തുടരുകയാണ് കവി. നോക്കൂ, എവിടെ പോയെന്റെ ദിനങ്ങൾ, ദിവസങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുന്നു. എവിടെ പോയെന്റെ കിടാങ്ങൾ, എന്റെ കുഞ്ഞുങ്ങളും ഇല്ലാതായി. അല്ലാത്ത ദുഃഖമാണ്. തേൻകൂടുകൾ തേടിപ്പോയോരാൺകുട്ടികൾ എന്റെ കിടാങ്ങൾ. തേൻകൂടുകൾ തേടിപ്പോയ എന്റെ ആൺകുട്ടികൾ, തേൻകൂട് നോക്കിപ്പോയ, തേനെടുക്കാൻ പോയ ആൺകുട്ടികൾ, അവർ മടങ്ങി വന്നില്ല. പൂക്കൂട നിറയ്ക്കാൻ പോയോരൻകുട്ടികൾ പെൺപൈതങ്ങൾ. പൂക്കൾ പറിച്ചെടുക്കാനായിട്ട് പോയ എൻ്റെ പെൺമക്കളോ, അവർ വന്നോ? ഇല്ല. അവരൊക്കെ എവിടെ പോയി? എല്ലാവരും ഇല്ലാതാവുന്നു. അടുത്ത വരികൾ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയ ആമ്പൽ പൂമൊട്ടുകൾ എവിടെ? ആർക്ക് പറയാതെ? ശ്രദ്ധിച്ചു പറയണം. നേരത്തെ വരികളൊക്കെ എളുപ്പമായിരുന്നു. എൻ്റെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ, തേൻകൂടുകൾ തേടിപ്പോയ ആൺകുട്ടികൾ ഇല്ലാതായി. സൂര്യൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തുടങ്ങിയ നഷ്ടപ്പെടല ഇത്.
എന്റെ പെൺകുട്ടികൾ ഇല്ലാതായി. എന്നിട്ടാ പറയാ അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയ ആമ്പൽപ്പൂമൊട്ടുകൾ എവിടെ. എന്തായിരിക്കും അത്? അമ്മിഞ്ഞ ചുണ്ട്, അമ്മിഞ്ഞ കുടിക്കുന്ന ചുണ്ട്. ആരുടെ ചുണ്ടായിരിക്കും? കുഞ്ഞുങ്ങളുടെ ആ ആ അതിൽ ഒട്ടിപ്പിടിച്ചു നിന്ന് ആ ചുണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന എന്താണ്? ചുണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന എന്താണ്? പല്ല് 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 അമ്പൽപ്പൂ മൊട്ടായിട്ടാണ് പല്ലിനെ ഇവിടെ ഉണ്ടാ. ആ പല്ലൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആരില്ലാതായിന്ന കുരുന്നു കുഞ്ഞുങ്ങൾ, അവരുടെ ശവങ്ങൾ. വല്ലാത്ത അവസ്ഥയാണ്. കുരുന്നു കുഞ്ഞുങ്ങൾ ശവങ്ങളായി മാറുന്നു. ശ്രദ്ധിക്കുക, അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയ അമ്പൽപ്പൂമുട്ടുകൾ പല്ലുകളാണ്. വെളുത്ത പല്ലുകളെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? അമ്പൽപ്പൂമുട്ടുകളോട്. അത് ഉണ്ടോ? ഇല്ല. കുഞ്ഞുങ്ങളുടെ ശവങ്ങൾ. അടുത്ത വരിയിൽ വീണ്ടും അത് ആവർത്തിക്കും. തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാഡികളിൽ. കാട്ടാളൻ പറയാ എൻ്റെ ശരീരമാകെ, നാഡികളിൽ എൻ്റെ ശരീരമാകെ ഇപ്പം ഒരു മണം. എന്തിൻ്റെ മണമാണ്? തളിരെല്ലുകൾ കരിയുന്ന മണം. ചെറിയ എല്ലുകൾ, തളിര്. ആരുടെ ആയിരിക്കും അത്? ഏറ്റവും ദുഃഖകരം അല്ലേ? കുഞ്ഞുങ്ങളുടെ എല്ലുകൾ കരിയുന്ന മണം. നോക്കൂ, സൂര്യൻ മരിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി കുഞ്ഞുങ്ങൾ വരെ, കുഞ്ഞുങ്ങൾ വരെ ഇല്ലാതാവുന്നു. ജീവിതം ഇല്ലാതാവുന്നു. അടുത്ത വരി നോക്കൂ. മലരുരുകിയൊലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. മലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലർ പറയൂ. പൂക്കള് ഉരുകി ഒലിക്കുകയാണ്. ഉരുകി ഒലിക്കണമെങ്കിൽ പൂക്കളൊക്കെ കത്തി കരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ നിറം, ഓരോ നിറവും നല്ല ഉരുകി ഒലിച്ച് താഴെ വീഴുന്നു. കുഞ്ഞുങ്ങളുടെയും പൂക്കളുടെയും ശവപ്പറമ്പ് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെയും പൂക്കളുടെയും ശവപ്പറമ്പ്. ഇവിടെ ഈ നഷ്ടപ്പെട്ടുപോയ ആ ജീവിതത്തിൻ്റെ, പ്രകൃതിയുടെ, കാടിൻ്റെ, സൂര്യൻ്റെ അല്ലേ, എല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എല്ലാം മരിച്ചു പോയിരിക്കുന്നു. സൂര്യൻ ആകാശത്തച്ഛൻ മുതൽ ഇങ്ങേറ്റത്ത് കുഞ്ഞുങ്ങളും പൂക്കളും അല്ലേ, ആ ശവപ്പറമ്പ്. അവിടെയാണ് ഇനി കവിത ഒരു മാറ്റമാണ്. ഇവിടെ ഇനി കവിതയിൽ ഒരു മാറ്റമാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടതല്ല, കാട്ടാളനെ അല്ല ഇനി കാണുന്നത്. ഇത്രയും നേരം അവസ്ഥ പറയുകയായിരുന്നു. ഇതാണ് അവസ്ഥ. ഇനി നോക്കൂ. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, കാട്ടാളിൻ കരളിൽ നുറുങ്ങിയ നട്ടല്ലു നിവർന്നെഴുന്നേറ്റു, ചുരമന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. വേട്ടക്കാരവരുടെ കൈയുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി, മല തീണ്ടിയ ശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ. മരമൊക്കെ എരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. നോക്കൂ, ഇറ്റപ്പുലി മുരളും കണ്ണിൽ ഈറൻ കണ്ണു തുറന്നും എന്ന് പറഞ്ഞ കവിത തുടങ്ങിയ ഇവിടെയാ കവിത അവസാനിക്കുമ്പം മുരളും കണ്ണിൽ. ഇപ്പൊ കണ്ണിൽ എന്താണ്? ഊറിയടർന്നൊരു തീത്തുള്ളി. നേരത്തെ കണ്ണുനീർത്തുള്ളി ആയിരുന്നുവെങ്കിൽ ഇപ്പൊ എന്തായി മാറിയിരിക്കുന്നത്? അത് തീത്തുള്ളിയായി മാറിയിരിക്കുന്നു. തീ, അഗ്നിയായി മാറിയിരിക്കുന്നു. എല്ലാത്തിനെയും ഇല്ലാതാക്കാനുള്ള അല്ലേ പ്രതികാരത്തിന്റെ അഗ്നി നമുക്ക് പറയാം. അതാണിപ്പം കാട്ടാളൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത വരി നോക്കൂ. കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടല്ലു നിവർന്നെഴുന്നേറ്റു. കരളെന്ന് പറഞ്ഞ എന്താ? മനസ്സാണ് ഇവിടെ. അത് അവിടെ നുറുങ്ങിപ്പോയതാണ്. തവിടുപൊടിയായി കിടന്ന നട്ടല്ലാണ് കാട്ടാളന്റെ.
അല്ലെ? തകർന്നു പോകാൻ കാര്യം എന്താണ്? ഈ വലിയ നഷ്ടങ്ങൾ അല്ലെ? പ്രകൃതിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടപ്പം അതിന്റെ നട്ടെല്ല് തന്നെ നഷ്ടപ്പെട്ടിരുന്നു, അത് നുറുങ്ങിക്കിടന്നു. അതിനെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നിവർന്നെഴുന്നേറ്റു കാട്ടാളൻ, എഴുന്നേറ്റു നിന്നു. നോക്കൂ, ചുരമാന്തി എഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. എണീറ്റ് നിന്നപ്പോഴത്തേക്ക് പതുങ്ങിയാണോ നിന്നത്? അല്ല, പിന്നെ എങ്ങനെയാണ്? ചുരമാന്തി എഴുന്ന, ചുരമാന്തുക, അത് കാളയാണ് സാധാരണ ചുരമാന്തുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കാളയ്ക്ക് ദേഷ്യം വരുമ്പോൾ അത് മണ്ണൊക്കെ കുത്തി തെറിപ്പിക്കും, എന്നിട്ട് വല്ലാത്ത അത് അങ്ങനെയുള്ള കാളക്കരുത്തെന്ന് നമ്മൾ പറയും അല്ലേ? ഈ ദേഷ്യത്തിൽ നിന്നുമുള്ളൊരു ഒരുതരം അസ്വസ്ഥത ഉണ്ടാവും കാളയ്ക്ക്, അത് ചാടി വരും. ആ കാളക്കരുത്തുണ്ടായി ആർക്ക്? ആർക്ക്? കാട്ടാളന് കാളക്കരുത്ത്, കാളയുടെ കരുത്ത്. ആ കരുത്തിന്റെ തിരമാലകൾ ചീറിയലച്ചു. കരുത്തിങ്ങനെ എന്തായിട്ടാ വന്നത്? എന്തായിട്ടാ വന്നേ? ഇളങ്കാറ്റായിട്ടാണോ വന്നേ? അല്ല, പിന്നെങ്ങനാ? തിരമാലയായിട്ട്, ആഞ്ഞടിക്കുന്ന തിരമാല പോലെ. നോക്കൂ, കാട്ടാളൻ ചാടി എണീക്കുകയാണ്. ആ കരുത്തിന്റെ ഇപ്പൊ ഈ അവസ്ഥക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ച കാട്ടാളൻ. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴു ഓങ്ങി. കാട്ടാളൻ എന്ത് ചെയ്തു? ആരുടെ കൈ വെട്ടി? വേട്ടക്കാരുടെ കൈ വെട്ടി. ശ്രദ്ധിക്കുക, ഈ പ്രകൃതിയെ, ജീവിതത്തെ, സംസ്കാരത്തെ, പ്രകൃതി പ്രതിഭാസങ്ങളെ എല്ലാത്തിനെയും തകർത്ത അല്ലേ? നമ്മൾ പറയുമ്പം ആകാശത്തച്ഛൻ മുതൽ ഇങ്ങേറ്റത്ത് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും പിന്നെന്താ പൂക്കളും ശവപ്പറമ്പാക്കി മാറ്റിയ ആ പ്രകൃതിയെ, ജീവിതത്തെ, കാടിനെ, സ്വപ്നങ്ങളെ, സംസ്കാരത്തെ എല്ലാത്തിനെയും തകർത്ത വേട്ടക്കാർ, അവരുടെ കയ്യുകൾ അല്ലേ? അവരുടെ കയ്യുകൾ, പ്രകൃതിയെ നശിപ്പിച്ചവർ, അത് വെട്ടി. കൽമഴു ഓങ്ങി വെട്ടി. കൽമഴു എന്ന് പറയുന്നത് മഴു, നമ്മുടെ കേരളത്തിന്റെ അല്ലേ നിർമ്മിതിയിൽ തന്നെ ഒരു മഴുവിന്റെ ഐതിഹ്യ കഥയുണ്ട്. അപ്പൊ നമ്മുടെ പ്രാചീനമായ ഒരായുധം ഉപയോഗിച്ച് വെട്ടി, പ്രാചീനമായ നമ്മുടെ കുലച്ചിഹ്നം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വെട്ടി എന്നല്ല അർത്ഥം. അതിനെ നശിപ്പിച്ചവർക്കെതിരെയുള്ള കാട്ടാളന്റെ പ്രതിരോധം, കാട്ടാളന്റെ കലാപം. അടുത്ത വരിയിൽ അത് കൃത്യമാണ്. മലതീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റിൽ. മലതീണ്ടി, മലയുടെ പരിധിയിലേക്ക് തീണ്ടി അശുദ്ധം ചെയ്ത, മലയെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞവർ, മലയെ മാനഭംഗപ്പെടുത്തിയവർ, മലയെ തുരന്നെടുത്തവർ, അവർ ഇനി തലയില്ലാതൊഴുകണ മാറ്റിൽ. ഈ മലയും കാടും മണ്ണും എല്ലാം നശിപ്പിച്ചവരെ സംഹരിക്കുകയാണ് കാട്ടാളൻ. അടുത്ത വരിയിലും അത് തന്നെ. മരമൊക്കെ എരിഞ്ഞവർ, എന്നുടെ കുലമൊക്കെ മുടിച്ചവർ, മരമെല്ലാം വെട്ടിയെടുത്തവർ, കുലം തന്നെ മുടിച്ചു കളഞ്ഞവർ അല്ലെ? ഈ സമൂഹത്തെ മുടിച്ചു കളഞ്ഞവർ, അവരുടെ കുടൽമാലകളെല്ലാം കാട്ടാളൻ വെട്ടിയെടുത്തിട്ട് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ, ഈ ലോകത്ത് ഞാൻ നിറമാല കെട്ടും. ഭഗവതി ക്ഷേത്രത്തില് ഈ വിഗ്രഹത്തെ അലങ്കരിക്കുന്നതാണ് നിറമാല എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ കുടൽമാലകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. ആരുടെയാണ്? മരമെരിഞ്ഞവരുടെ, മല നശിപ്പിച്ചവരുടെ, സമൂഹത്തെ മുടിച്ചവരുടെ പ്രതിക്രിയയാണ്. കാട്ടാളൻ തിരിച്ച് ചെയ്യുന്ന ക്രിയയാണിത്. നോക്കൂ, അടുത്ത വരി ഇതാണ്. ഭൈരവിക്കോലം ഇതുപോലെ ശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ നോക്കൂ. കുരലൂരിയെടുക്കും ഞാനാ കുഴലൂതി വിളിക്കും വീണ്ടും, മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും, കുലവില്ലിനു പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാനേറ്റും ഞാൻ, ഇടിമിന്നലൊടിച്ച് അമ്പഗ്നിത്തിരയായ കരിമുകിലിൽ ചെന്നുരയും, പരിപേമഴയായി പൊഴിയും പൊടിവേരുകളാടി പടരും. നോക്കൂ, കുരലൂരിയെടുക്കും ഞാൻ. ഈ വേട്ടക്കാരുടെ കുരൽ എന്താണ്? കുരൽ കഴുത്താണ്. കഴുത്തൊക്കെ ഊരിയെടുക്കും ഞാൻ. ആ കുഴലൂതി വിളിക്കും വീണ്ടും. എന്നിട്ട് ഈ ഗോത്രമാണല്ലോ, ഗോത്രവർഗമല്ലേ, അവരുടെ ആ കറുത്തവന്റെ ആ കുഴൽ,
അത് ഊതും, അവിടെയുള്ള കുഴൽ ഊതും. പ്രചരണമാണത്. എല്ലാവരെയും വിളിക്കും. മത്താടി മയങ്ങിയ ശക്തികൾ, ആ ഒരൊറ്റ കുഴലൂത്തിൽ എല്ലാ തകർന്നടിഞ്ഞു പോയ ശക്തികളുണ്ടല്ലോ, ഈ കാട്ടിന്റെ മക്കൾ, അവര് എത്തും, തിരിച്ചു വരും. ഇതാണ് കാടിന്റെ മക്കൾ തിരിച്ചു വരും. കാട് തിരിച്ചു വരും. ജീവിതം തിരിച്ചു വരും. പ്രകൃതി തിരിച്ചു വരും. ഞാൻ വില്ലു കുലയ്ക്കും. കാട്ടാളൻ പ്രതികരിക്കുകയാണ്. കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. ആ വില്ലിന് കാട്ടാളൻ സ്വന്തം ഞരമ്പുകൾ തന്നെ ഞാണാക്കും. എന്നിട്ട് ഇടിമിന്നലൊടിച്ചമ്പ്, അഗ്നി ഇടിമിന്നലൊടിച്ചമ്പ്, ഇടിയും മിന്നലും എടുത്തിട്ട് അതിനെ ഒരു അമ്പാക്കി മാറ്റും. വല്ലാത്തൊരു മഹാസങ്കല്പമാണ് അവതരിപ്പിക്കുന്നത്. ഞാണെന്താണ്? പുള്ളിയുടെ പ്രാണഞരമ്പ്. ഇടിയും മിന്നലും അമ്പാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? അഗ്നിത്തിരയായി. ആ അമ്പ് എയ്യുമ്പം ഇടിയും മിന്നലും അല്ലേ, ഒരു അഗ്നിത്തിര പോലെ, ഒരു അഗ്നിത്തിരമാല പോലെ പോയിട്ട് മുകളിൽ, ആ കരിമുകിലിൽ, മുകളിലത്തെ മുകിലിൽ, മേഘത്തിൽ, കാർമേഘത്തിൽ ചെന്ന് ഉരയും. അങ്ങനെ രണ്ടും കൂടെ ഉരയുമ്പം, ഈ അഗ്നിത്തിരയും കാർമേഘവും കൂടെ ഉരയുമ്പം പൊരി ഉണ്ടാകും, തീപ്പൊരി. അതെന്തായി മാറും? പേമഴയായി പൊഴിയും. മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗംഭീര മഴ പെയ്യും. പൊടിവേരുകളായി പടരും. മഴ പെയ്യുമ്പോഴേക്ക് എന്തും വരും? താഴെ വേരിന്റെ പൊടിപ്പുകൾ. മഴ പെയ്യുമ്പം മരവും താഴത്തുനിന്ന് പെയ്യും. എന്തുണ്ടാകും? നീറായ വനമാണോ ഇപ്പം? ആണോ? ഇല്ല. മഴയും മരവുമുള്ള വനം. കാട്ടാളന്റെ തിരിച്ചു പിടിക്കലാണിത്. കാട്ടാളന്റെ സമരമാണിത്. സാധാരണക്കാരന്റെ സമരം. പ്രകൃതിയെ, ജീവിതത്തെ, സംസ്കാരത്തെ നശിപ്പിച്ച വേട്ടക്കാരോടുള്ള സമരം. നേരത്തെ പറഞ്ഞില്ലേ, ഭൈരവിയുടെ ആത്മാംശമുണ്ട്. ഭൈരവിയും ഇതുപോലെ ശുദ്ധീകരിക്കുന്ന കോലമാണ്. കാട്ടാളന് ഭൈരവിയുടെ ആത്മാവുണ്ട്. കാട്ടാളൻ നോക്കൂ, കവിത അവസാനിക്കുന്നത് മുളപൊട്ടി വിളിക്കും കിരണം. പെട്ടെന്ന് ഒരു കിരണമുണ്ടാകും. മഴയും മരവും ഒക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആര് വരും? ആദ്യം പോയ ആള് വരും. ആരായിരുന്നു ആദ്യം പോയ? അത് തന്നെ, ആകാശത്തച്ഛൻ. സൂര്യൻ തിരിച്ചു വരും. ഇതാ കിരണം. ഒരു സൂര്യൻ ഉദിക്കും, നിഴലായിട്ട് അമ്പിളി വളരും. സൂര്യൻ വരും, അതിന്റെ നിഴലായിട്ട് ചന്ദ്രൻ വരും. വളരും വനമോടികളാടിത്തെളിയും. മോടി എന്നർത്ഥം ഭംഗി. വളരും വനഭംഗികൾ. കാടിന്റെ ഭംഗികളെല്ലാം തിരിച്ചു വരും. പൂക്കളെല്ലാം വരും, അല്ലേ? വനമൂർച്ചയിൽ ദുഃഖം തകരും. ആ കാടിന്റെ മൂർച്ച, കാടിങ്ങനെ തളിർത്തു വരുന്നതിൽ ഈ എല്ലാ ദുഃഖവും അവസാനിക്കും. ആദ്യം പറഞ്ഞില്ലേ, ഈറനണിഞ്ഞ കണ്ണാന്ന്, അത് അവസാനിക്കും. ഞാൻ അന്നു ചിരിക്കും. കാട്ടാളൻ പറയാണ്, ഞാന് ആ സമയത്താണ് ചിരിക്കുന്നത്. ഇതാണ് വല്ലാത്ത അവസ്ഥയാണ്. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇങ്ങനെയാണ് കാട്ടാളൻ ഇത് തിരിച്ചു പിടിക്കുന്ന രംഗം. ഒന്നുകൂടി ഈ വരികൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പടയണിയിലെ ഭൈരവിക്കോലത്തിന്റെ ശുദ്ധീകരണം പോലെ കാട്ടാളൻ എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് ഈ കാടിനെ, പ്രകൃതിയെ, സംസ്കാരത്തെ, ജീവിതത്തെ, സർവോപരി ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നു. നോക്കുക, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ എല്ലാം ഈ കവിതയ്ക്ക് കാരണമായി തീർന്ന ഒന്ന് രണ്ട് വസ്തുതകൾ കൂടി പറയാം. അതായത്, നമ്മൾ സാധാരണ പലപ്പോഴും ബീച്ചിൽ പോകാറുണ്ട്, ചിലപ്പോൾ നമ്മൾ കാട്ടിൽ പോകാറുണ്ട്, അല്ലേ? ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെ പോകുന്ന പറയാ? നിങ്ങൾ എവിടെ പോകുന്ന പറയാ? കാട്ടിൽ പോയി. നിങ്ങൾ എന്ത് കാണാൻ പോയി എന്ന് പറയും? പ്രകൃതി കാണാൻ പോയി. അതാ നിങ്ങൾ പറയാ. പ്രധാന കാര്യം, നമുക്ക് കാണാനുള്ള ഒന്നാണോ പ്രകൃതി? നമ്മുടെ വിചാരം അതാ ഇപ്പം. അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതി കാണാനായിട്ട് കാട്ടിൽ പോകുന്നത്.
പ്രകൃതി നമുക്ക് കാണാനുള്ള ഒന്നാകുമ്പം പ്രകൃതി നമുക്ക് അകത്താണോ, പ്രകൃതി നമുക്ക് പുറത്താണോ? പറയൂ. പുറത്താണ്. പ്രകൃതി നമുക്ക് പുറത്താണ്, അല്ലേ? ഉറപ്പ്. ഇതാണ് ഏറ്റവും വലിയ അബദ്ധം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ അബദ്ധത്തിൽപ്പെട്ടത് അതാണ്. പ്രകൃതിയെ നമ്മൾ പുറത്തു നിർത്തിയിട്ട് നമ്മൾ എന്തായി മാറി? പ്രകൃതിയുടെ അതിനെ നിയന്ത്രിക്കുന്ന ആൾ, അത് തന്നെ നിയന്ത്രിക്കുന്ന ആളായി മാറി, അധികാരിയായി മാറി, പ്രകൃതിയുടെ അധികാരിയായി മാറി. ശരിക്കും ഈ പ്രകൃതി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളില് ഉള്ള ഒന്നാണ്, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഒന്നാണ്. കാറ്റു വന്നു കള്ളനെ പോലെ, ഇങ്ങനെ വരുന്ന കാറ്റ്. ഈ കാറ്റ് എന്ത് തന്നെയാ? നമ്മുടെ ജീവവായു തന്നെയാണ് ഈ കാറ്റ്. കാറ്റും വെള്ളവും തള്ളിക്കേറുമ്പം കാഴ്ചക്കെന്തൊരു ചേലട. ഈ വെള്ളം എന്താണ്? തള്ളിക്കേറി വരുന്ന വെള്ളം എന്താണ്? പുറത്തുള്ളതാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിലെ ജലപ്രവാഹം തന്നെയാണ്. ഈ ഒരു മനസ്സിലാക്കൽ വേണം. കാറ്റ് നമ്മുടെ ഉള്ളിലാണ്, വെള്ളം നമ്മുടെ ഉള്ളിലാണ് എന്ന മനസ്സിലാക്കൽ. അപ്പം നമുക്കറിയാം എന്ത്? നമ്മുടെ ഉള്ളിൽ പ്രകൃതിയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതാണ് പ്രകൃതി. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രകൃതി. അല്ലാതെ പ്രകൃതി പുറത്തല്ല, പ്രകൃതി പുറമേയല്ല. ഇനി പ്രകൃതി പുറമേയാണ് എന്ന് നമ്മൾ വിചാരിച്ചപ്പം, അങ്ങനെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പം നമുക്ക് പിന്നെ പ്രകൃതി എന്തും ചെയ്യാലോ. പ്രകൃതിയെ നമുക്ക് എന്ത് ചെയ്യാം? നോവിക്കാം. പ്രകൃതിയെ നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവിനെ പോലെ പ്രകൃതിയെ കരുതാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മരം വെട്ടി പരമാവധി മണ്ണെടുത്തു, അല്ലേ? നിറച്ച് ഗംഭീരമായി വിഷപ്പുക ഉണ്ടാക്കി കൊടുത്തു, അല്ലേ? കടമ്മനിട്ട് തന്നെ വേറൊരു കവിതയെ പറയുന്നുണ്ട്: മണ്ണാറു കാട്ടെ മലയാകെ വൃത്തിയായി, മണ്ണില്ല ആറില്ല കാടുമില്ല. ഈ അവസ്ഥ നമ്മൾ ഉണ്ടാക്കി. മണ്ണുമില്ല, ആറുമില്ല, കാടുമില്ല. ഈ അവസ്ഥ. ഇതിന്റെ കാരണം പ്രകൃതി നമുക്ക് പുറത്തുള്ളതാണ് എന്ന് വിചാരിച്ചതാണ്. നമ്മൾ പ്രകൃതിയെ നമുക്ക് എന്താണെന്ന് വിചാരിക്കണം? പ്രകൃതി നമ്മുടെ അകത്തുള്ളതാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മില് ഗാഠമായ ഒരു ലയം വേണം. ഈ ഒരു ബോധമുണ്ടായാൽ, ആ ഒരു ബോധമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? പ്രകൃതിയും മനുഷ്യനും തമ്മില് ഗാഠമായ ഒരു ലയം വേണം. കാരണം പ്രകൃതി നമ്മളിൽ നിന്ന് ഭിന്നമായ ഒന്നാണോ? അല്ല. പ്രകൃതി നമ്മുടെ എവിടെയുള്ളതാണ്? നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ് എന്ന മഹത്തായ ആ കാഴ്ചയാണ് അവസാനം ആ കാട്ടാളൻ ഇങ്ങനെ വന്ന് അത് തിരിച്ചു പിടിക്കുന്നതിലൂടെ പ്രകൃതിയിലേക്കുള്ള ലയമാണത്. നിങ്ങൾ നോക്കൂ, കാട്ടാളൻ അവിടെ ഉപയോഗിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. കാട്ടാളന്റെ അമ്പ് എന്തായിരുന്നു? ഇടിയും മിന്നലുമായിരുന്നു. അത് കരിമുകിലിൽ ചെന്നാണ് ഉരഞ്ഞത്. എന്നിട്ടത് മഴയായി പൊഴിയുകയാണ്. പ്രകൃതിയുമായിട്ട് അങ്ങ് ലയിക്കുകയാണ്. പ്രകൃതിയുമായിട്ട് കാട്ടാളൻ ലയിച്ചാണ് കാട്ടാളൻ എന്ത് ചെയ്യുന്നത്? ഈ അവസ്ഥയോട് സമരം ചെയ്യുന്നത്, അല്ലെ? ഈ അവസ്ഥയെ നേരിടുന്നത്. ഏതവസ്ഥയെ? കാട് തകർന്ന, പ്രകൃതി തകർന്ന, ജീവിതം തകർന്ന, സംസ്കാരം തകർന്ന, സന്ധ്യ മരിച്ച, മഴ മരിച്ച ആ അവസ്ഥയെ കാട്ടാളൻ നേരിട്ടത് പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്നാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഈ കവിതയുടെ കുറിച്ചുള്ള ഇപ്പോൾ പറയാനുള്ള സങ്കല്പങ്ങൾ. ഇനിയും നിങ്ങൾ ഈ കവിത വായിച്ച് പുതിയ പുതിയ അർത്ഥതലങ്ങൾ വികസിപ്പിക്കുക. ഓക്കെ.